ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് വീണ്ടും ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അമ്മ പരിചയപ്പെടുത്തുന്നത്. ഉഴുന്നൊന്നും ചേർക്കാതെ നല്ല പൂവ് പോലുള്ള സോഫ്റ്റായ ബൺ ദോശ. നല്ല ബണ്ണ് പോലെ പൊങ്ങി വരുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ ബൺ ദോശ എന്ന് നമ്മൾ വിളിക്കുന്നത്. നല്ലൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ എത്ര ബൺ ദോശ കഴിച്ചാലും മതി വരില്ല കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അമ്മയുടെ ബൺ ദോശ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ സമയം കളയാതെ തന്നെ അമ്മയുടെ ബൺ ദോശയും ചട്നിയും കണ്ടിട്ട് വരാം. ഇതിപ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്തിട്ട് ഒന്ന് സോക്ക് ചെയ്തതാണ്. ഒരു ടേബിൾ സ്പൂൺ തൈരിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി ചേർത്താലും മതിയാകും കേട്ടോ. ഒരു 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. ഇത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ്. ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. കൂടാതെ ഒരു 3/4 ഗ്ലാസ് തേങ്ങ ചിരകിയത്, വെളുത്ത ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഇഡ്ഡലി റൈസാണ്, 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു 3-4 പ്രാവശ്യം വൃത്തിയായി കഴുകി ഒരു 8 മണിക്കൂർ വെള്ളം ചേർത്ത് ഒന്ന് കുതിർത്തെടുത്തതാണ്. അതിനുശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇഡ്ഡലി റൈസ് ആയതുകൊണ്ടാണ് 8 മണിക്കൂർ കുതിർത്തെടുത്തത് കേട്ടോ. സാധാ പച്ചരി ആണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കുതിർത്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായി കുതിർന്നിട്ടുണ്ട്. ഇങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ അറിയാം. മിക്സിയുടെ ജാറിലേക്ക് ഇനി ഇത് കുറേശ്ശെയായി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരയാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് അരയ്ക്കാം. തിക്കായിട്ടൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് അരയാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പം മുഴുവനും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒരു തിക്കായിട്ട് വേണം ബാറ്റർ ഇരിക്കാനായിട്ട്. അല്പം ഉപ്പും കൂടി വേണം. കൈ നന്നായി വൃത്തിയായി കഴുകിയ ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ആക്കണം. ഇതിനി ഒരു 8 തൊട്ട് 10 മണിക്കൂർ വരെ എടുക്കും ഒന്ന് ഫെർമെൻ്റായി വരാനായിട്ട്, നമ്മുടെ റൂമിൻ്റെ ആ ഒരു ടെമ്പറേച്ചറൊക്കെ അനുസരിച്ച്. ഇതിപ്പോൾ ഒരു 9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബാറ്ററൊക്കെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിലിപ്പം ഉലുവ മാത്രമാണ് നമ്മൾ ഫെർമെൻറ്റിങ് ഏജൻറ്റായിട്ട് ചേർത്തിരിക്കുന്നത്. കാരണം നമ്മളിതിൽ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിനി നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ബൺ ദോശയ്ക്കായിട്ട് നല്ല അടിപൊളി ഒരു ചട്നി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. 2 പഴുത്ത പച്ചമുളകാണ്, അതാകുമ്പോൾ ചട്നിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ചേർക്കാം. 1 കഷ്ണം ഇഞ്ചി, 2 തണ്ട് മല്ലിയില ചോപ്പ് ചെയ്തത്, ഒരു 7-8 പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തൈരും കൂടി അങ്ങ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഒരു 1/4 കപ്പ് തേങ്ങാ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. അരയാൻ ആവശ്യമായിട്ട് വെള്ളം കൂടി ചേർത്ത് ജാറടച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് നല്ല കട്ടി തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കടുക് താളിച്ച് ചേർക്കാം. ഒരു തട്ട്ക പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിയാൽ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർക്കാം. ഉഴുന്ന് മൂത്ത് മണം വന്നു കഴിഞ്ഞാൽ 1 വറ്റൽമുളക് കൂടി കട്ട് ചെയ്ത് ചേർക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ഇതുപോലെ ചേർക്കാം. ഇത് ചൂടോടുകൂടി തന്നെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത് കേട്ടോ. ഇനി ബൺ ദോശ ചുടാനായിട്ട് ഒന്നുകിൽ അപ്പച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ചട്ടിയോ ആണ് നല്ലത്. കാരണം ഒരു ബണ്ണിൻ്റെ ഷേപ്പ് കിട്ടണമെങ്കിൽ ഇതുപോലെ കുഴിഞ്ഞ പാത്രമായിരിക്കും നല്ലത്. ചട്ടി ചൂടായാൽ എണ്ണ ഒന്ന് തൂത്ത ശേഷം മാവ് ഇതുപോലെ ഒന്ന് ഇളക്കി 1 തവി മാവ് നടുവിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ അതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്കൊന്ന് അടച്ചു വെക്കാം. എണ്ണ സൈഡിൽ കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പം നല്ല മൊരിഞ്ഞ് തന്നെ നമുക്ക് കിട്ടും. ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഒരു 1-2 മിനിറ്റ് മതിയാകും ഒരു വശം ഒന്ന് കുക്കായി കിട്ടാനായിട്ട്. നന്നായി പൊങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച ശേഷം 1 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ
ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അത് ചുടുന്നതിന് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കാം. അതാകുമ്പം കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും ഇതിൻ്റെ ഉള്ളൊക്കെ. ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്, ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ എല്ലാ ബൺ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. ഇനി ദോശക്കല്ലിലും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ദോശ ചുട്ടെടുക്കാം കേട്ടോ. ഇത്രയും ഒരു ഷേപ്പ് നമുക്ക് കിട്ടില്ല എന്ന് മാത്രം. കല്ല് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണ തൂത്ത ശേഷം ഒരു തവി മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം അത് കുറച്ചും കൂടെ ഒന്ന് പരന്നു പോകും. ഒരു 10-12 ബൺ ദോശ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇതാ കണ്ടില്ലേ, കാണാനും കഴിക്കാനും സ്വാദിലും എല്ലാം മുൻപിൽ തന്നെയാണ് ഈ ഒരു ബൺ ദോശ കേട്ടോ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ഈസ്റ്റൊന്നും ചേർക്കാത്തത് കൊണ്ട് ആ ഉലുവായുടെ ഒരു ചെറിയൊരു ടേസ്റ്റും എല്ലാം കൂടെ നല്ലൊരു സ്വാദാണ്. ഇവൻ ചട്നി ഇല്ലെങ്കിൽ പോലും നമുക്കിത് വെറുതെ കഴിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ദോശ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് അല്ലേ. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. അപ്പോഴല്ലേ നമുക്ക് കഴിക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് വരിക. ഈ ഒരു ചട്നി കൂടി ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 4-5 ബൺ ദോശയൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ബൺ ദോശയാണ്. ഈ ഒരു ചട്നി ഇതിൻ്റെ കൂടെ വളരെ സൂപ്പറാണ് കേട്ടോ. ഒന്ന് ഞാൻ മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ, ഉള്ളൊക്കെ കാണാമല്ലോ. ആ ഉലുവായുടെ ഒരു ടേസ്റ്റും, ചട്നി ഇല്ലെങ്കിലും ഇത് വെറുതെ കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഒരെണ്ണം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഈ ചട്നിയിലൊന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് കഴിക്കാം. ഓ, സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ബൺ ദോശ അടിപൊളി, ചട്നി അതിലും സൂപ്പർ. അയ്യോ, നിർത്താതെ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. നിങ്ങൾ അടുത്ത ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഈ ഒരു ബൺ ദോശയും അതുപോലെ തന്നെ ഈ ഒരു ചട്നിയും കൂടി ഉണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ മനസ്സ് തുറന്നുള്ള അഭിപ്രായം നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അമ്മ പരിചയപ്പെടുത്തിയ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും വരെ നന്ദി, ഗുഡ് ബൈ.